ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ എമ്പുരാന്റെ, കാരണം ഒരുപാട് ന്യൂസും കാര്യങ്ങളും ഇങ്ങനെ ഗോയിങ് ഓൺ ആണ് സോഷ്യൽ മീഡിയ മൊത്തം. എമ്പുരാൻ എന്ത് പറ്റി, എമ്പുരാന്റെ പറ്റി ഒരു അപ്ഡേറ്റും ഇല്ല. ലൈക്ക പ്രൊഡക്ഷൻസ് എമ്പുരാൻ നിന്ന് പിന്മാറി, റിലീസ് മാറ്റി വെക്കുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ബിസിനസ് പരമായ കുറെ പ്രശ്നങ്ങളിലാണ്. അങ്ങനെ ഒരുപാട് ന്യൂസുകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. സത്യത്തിൽ നമുക്ക് തോന്നും, കാരണം 36 പോസ്റ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു അപ്ഡേറ്റും ഒന്നുമില്ല. ഇനി റിലീസ് ചെയ്യാൻ ആകെ 2 ആഴ്ചയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഒരു പ്രൊമോഷൻ പരിപാടിയിൽ ഒന്നും നടക്കാത്തതെന്നൊക്കെ ഉള്ള സത്യത്തില് ആ ഒരു അൺസർട്ടനിറ്റി അവിടെ ഉണ്ട്. പക്ഷെ അത് മുതലെടുത്തും കൊണ്ട് നമുക്കറിയാം, ഒരുപാട് ഡീഗ്രഡേഴ്സ് വന്നിട്ട് റിലീസ് ഡേറ്റ് മാറ്റി വെക്കുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് അതിലൊന്നും ഉറപ്പിച്ചപ്പോൾ പറയാൻ പറ്റില്ല. റിലീസ് ഡേറ്റ് മാറ്റി വെക്കുന്നുള്ളത് ആസ് ഓഫ് നൗ ഒരു തീരുമാനവും ഒഫീഷ്യലായിട്ട് എവിടെ നിന്ന് വന്നിട്ടില്ല. റിലീസ് ഡേറ്റ് ഇപ്പോഴും ഈ നിമിഷവും March 27 ആണ് എമ്പുരാൻ നമ്മൾ തിയേറ്ററിൽ കാണാൻ പോകുന്നത്. അതിന് ഒരു 99% ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ് ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ എന്താണ് ഒരു അപ്ഡേറ്റ് വരാത്തതെന്നുള്ളത്, അത് അതില് 2 കാര്യങ്ങളാകാം. ഒന്ന്, അതും ഒരു പ്രൊമോഷൻ ആകാം. രണ്ടാമതായിട്ട് നമ്മൾ കേൾക്കുന്നത് എന്തൊക്കെയാ വെച്ചാല്, OTT-യിൽ ഇത് അൺസോൾഡ് ആയിട്ട് കിടക്കാണ്, OTT വാങ്ങിയിട്ടില്ല, ലൈക്ക പ്രൊഡക്ഷൻസ് വലിയ തുകയ്ക്ക് പറഞ്ഞു വെച്ചു. പക്ഷെ അതൊക്കെ, അതായത് ലൈക്ക പ്രൊഡക്ഷൻസ് കുറച്ച് കടുംപിടുത്തം പിടിക്കുന്നു, ഇത്ര ക്യാഷ് വേണം OTT-ക്ക്. പക്ഷെ ആ ഒരു കൺഫ്യൂഷൻ, അതുകൊണ്ട് ആശീർവാദ് ലൈക്ക പ്രൊഡക്ഷൻസിനെ ഒഴിവാക്കി, ഈ ഒരു വെഞ്ചറിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെ ഒരുപാട് ന്യൂസുകൾ വരുന്നത്. അതിനൊന്നും ഒരു ഒഫീഷ്യലി നമുക്ക് ഒരു കൺഫർമേഷൻ ആയില്ല. അത് നടക്കാൻ ചാൻസും ഇല്ല. കാരണം സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് കഴിഞ്ഞ് റിലീസ് ആവാൻ പോവാണ്. അപ്പം അതിന്റെ ഇടയ്ക്ക് ഇനി അവര് സിനിമയിൽ നിന്ന് പിന്മാറുന്നതിനെ കുറിച്ചൊന്നും അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് തോന്നുന്നില്ല. പിന്നെ OTT-ന്റെ പ്രശ്നം നമുക്കറിയാം. തുടരും നമ്മളിപ്പോ കണ്ടാണ്. തുടരും ഓൾറെഡി റിലീസ് ചെയ്യേണ്ട ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പം അങ്ങനെ ഒരു സംഭവം നിലനിൽക്കുന്നുണ്ട് നമ്മളെ മലയാളം സിനിമയിലല്ലെങ്കിൽ ഒന്ന് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ട് തോന്നുന്നു. അറ്റ്ലീസ്റ്റ് നമുക്ക് മലയാളത്തെ കുറിച്ച് നമുക്കറിയാം. കാരണം നമ്മള് ഈ കോവിഡ് വന്ന ടൈമിൽ കണ്ടതാണ്, ചില സിനിമകൾ റിലീസ് ആവുന്നതിന് ചില സിനിമകളല്ല, എല്ലാ സിനിമകളും റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ OTT ഒരു പ്രൈസ് പറഞ്ഞിട്ട് വാങ്ങാറാണ് പതിവ്. എന്നാൽ അതിപ്പോ ഏറെക്കുറെ ഇല്ല. ഏറെക്കുറെ എന്നല്ല, അത് അങ്ങനെ ഒരു സംഭവം ഇപ്പൊ OTT ചെയ്യുന്നില്ല. ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ വന്നിട്ട് ഇതൊക്കെയാണ് അവരുടെ മെയിൻ പ്രശ്നം. അവർ കൺസേൺ ആയിട്ട് പറഞ്ഞത്. കാരണം സിനിമ ഇപ്പോൾ അവർ വാങ്ങുന്നില്ല. റിലീസിന് മുന്നേ അങ്ങനെ വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെ വാങ്ങുന്നില്ല. സിനിമ ഇറങ്ങി നല്ലതാണെങ്കിൽ മാത്രം അവര് പറയുന്ന പ്രൈസിന് ഇപ്പൊ സിനിമ കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, എന്താ പറയാ, ചില സിനിമകളൊക്കെ അവർ വാങ്ങുന്നത് ഇത്ര വ്യൂവിന് ഇത്ര പൈസ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. സോ ഇതൊക്കെ അത് അവരുടെയും ഒരു ബിസിനസ്. കാരണം അവർ മലയാളം ഇൻഡസ്ട്രിയിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കര ഓഫർ കൊടുത്തിട്ട് എല്ലാവരും കൊണ്ട് എടുത്തു. ഇപ്പം എല്ലാവരും തഴഞ്ഞു തുടങ്ങി. ബെസ്റ്റ് മാത്രം അവർ ചൂസ് ചെയ്യാണ്. സോ ഇതൊക്കെ ഈ ബിസിനസ് കാര്യങ്ങളിൽ ഉള്ളതാണ്. നമ്മുടെ രാജുവേട്ടൻ മുന്നേ പറഞ്ഞതാണ്. ഇവർ സന്തോഷ് പണ്ഡിറ്റ് പോലും പറഞ്ഞതാണ്. അപ്പം ഈ OTT-ന്റെ പ്രശ്നത്തിൽ ഇപ്പം ഈ എമ്പുരാനിലേക്ക് വരികയാണെങ്കിൽ, തുടരും നമുക്ക് ആദ്യം പറയാം. തുടരും സത്യത്തില് തരുൺമൂർത്തി അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞതാണ്. കാരണം ആ പ്രൊഡ്യൂസർ നമ്മുടെ രജപുത്രയുടെ രഞ്ജിത്താണ് തുടരും സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ബിസിനസ് പരമായ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് അതിന്റെ റിലീസ് മാറ്റിയിട്ടത്. കാരണം OTT ഇപ്പം ലാലേട്ടന്റെ സിനിമ പോലും OTT ഇത്ര പൈസ കൊടുത്തിട്ട് എടുക്കാൻ അവർ നിൽക്കുന്നില്ലെങ്കിൽ, അവരതിന് തയ്യാറാവുന്നില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ പ്രൊഡ്യൂസർ ആകുമ്പോൾ അവർക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പല പ്രീ റിലീസ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കേണ്ട ആവശ്യമുണ്ട്. സാറ്റലൈറ്റ് ആണെങ്കിലും OTT ആണെങ്കിലും പലതും ഉണ്ട്. സോ അവർക്ക് അതിന്റെ കാര്യങ്ങളുണ്ട്. അപ്പം എമ്പുരാനെ പോലത്തെ ഇത്രയും വലിയ സിനിമ, മലയാളത്തിലെ തന്നെ വലിയ സിനിമ, ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും വലിയ ബജറ്റുകളിൽ ഇറങ്ങിയ ഒരു സിനിമയായിട്ട് വരുന്ന എമ്പുരാന് ബിസിനസ് പരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആ പ്രൊഡ്യൂസേഴ്സിനും അവരെ സേഫ് ആക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. OTT ആണെങ്കിലും സാറ്റലൈറ്റ് ആണെങ്കിലും എന്താണെങ്കിലും. OTT ഇപ്പൊ ഇങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ ഒരു എക്സെപ്ഷണൽ കേസ് ഒക്കെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. ഇൻ ദ സെൻസ്, നമ്മൾ ഇപ്പം എമ്പുരാൻ പോലത്തെ സിനിമയ്ക്കൊക്കെ അവർക്ക് ആ സിനിമ കണ്ടിട്ട് അവർക്ക് ആദ്യം വാങ്ങി വെക്കാവുന്നതാണ്. കാരണം അത്ര ഹൈപ്പോട് കൂടി വരുന്ന സിനിമയാണ്. സോ അതിന് സത്യം പറഞ്ഞാൽ എമ്പുരാൻ ഒരു OTT പ്രശ്നം ഉണ്ടാവും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. എന്താണ് അതിന്റെ ഒരു, നമ്മൾ ആ സിനിമയിലുള്ള ആരെങ്കിലും വന്ന്, ഇപ്പൊ പൃഥ്വിരാജോ ആരെങ്കിലും വന്ന് ഒഫീഷ്യലി പറഞ്ഞാൽ മാത്രമേ നമുക്കതിൽ, കാരണം സോഷ്യൽ മീഡിയയിൽ കിടക്കുന്ന റൂമേഴ്സ് ഒക്കെ ജസ്റ്റ് റൂമേഴ്സ് ആണ്. നമുക്ക് അതിന് ഒരു ഇതും പറയാൻ പറ്റില്ല. ബട്ട് നമ്മൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ അതിന്റെ പ്രൊമോഷൻ മെറ്റീരിയൽ ഒന്നും കാണുന്നില്ല. ഇപ്പൊ ഒരു അപ്ഡേറ്റും കാണുന്നില്ല. അത് നമ്മൾ ഓഡിയൻസ്, ഫാൻസിന് എല്ലാവർക്കും ഒരു ചെറിയ ഒരു വിഷമം, ഒരു എന്താണെന്നുള്ള ഒരു ഫീൽ, എന്തുകൊണ്ടാണ് എന്നുള്ള ആ അങ്ങനെ ഒരു അൺസർട്ടൺ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരുപാട് റൂമേഴ്സും വരുന്നത്. സോ ഈ റൂമേഴ്സ് ഒന്നും നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 27-ാം തീയതി സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാം. ട്രെയിലർ 15-ാം തീയതി 17-ാം തീയതി ഒക്കെ പറഞ്ഞിരുന്നു. അത് വരുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇതിനെടുക്കുന്നത് ഈ ഒരു സംഭവം അതിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും അതൊരു പ്രൊമോഷൻ രീതിയായിട്ട് ആണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആവട്ടെ. കാരണം ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന സിനിമ, വേറെ ലെവൽ ഹൈപ്പിൽ നിൽക്കുന്ന സിനിമ,
സോ ഒരു ഡൗൺ, ജസ്റ്റ് ഒരു ലോ പ്രൊഫൈല് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ നടക്കുന്ന, നിങ്ങൾ ആലോചിച്ച് സിനിമയുടെ പ്രൊമോഷൻ, എനിക്ക് കോമഡി എന്താ വെച്ചാല് സിനിമയുടെ പ്രൊമോഷൻ നടക്കുന്നില്ല, സിനിമയുടെ അപ്ഡേറ്റ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അപ്ഡേറ്റ് വരുന്നതിനെക്കാട്ടി കൂടുതലുള്ള കോലാഹലങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ പോലും അതാണ്. സോ മേ ബി ഒരു സഡൻ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഉടനെ തന്നെ ഉണ്ടാവും ചാൻസ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും അറിഞ്ഞാൽ, എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.